ഈസ്റ്റ്, സോഡ, അതുപോലെ ഈനോ ഒന്നും ചേർക്കാണ്ട് നല്ല സ്പോഞ്ച് പോലെ റാഗി അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചിരകിയ തേങ്ങ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഗ്ലാസ് ചോറ്. അപ്പോൾ ചോറ് മട്ടരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് പൊന്നിരിയാണ് കേട്ടോ. ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം വെള്ളമൊന്നും ചേർക്കാണ്ട്, അപ്പോഴാണ് നല്ല നൈസായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങയും ഒന്നും ചിലപ്പോൾ നല്ല നൈസായിട്ട് അരയൂല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയ റാഗി പൊടിയാണ് കേട്ടോ. റാഗി വാങ്ങിച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തതാണ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കപ്പിലാണോ അളവെടുക്കണമെന്ന് വെച്ചാൽ ആ കപ്പിൽ തന്നെ എല്ലാം അളവെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഗ്ലാസ് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ച റാഗി ആയ കാരണം കൊണ്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഇളക്കണം. അപ്പോൾ ഈ മാവിൽ നിറയെ ബബിൾസൊക്കെ വരും. അപ്പോൾ പൊങ്ങി വരാനും എളുപ്പമായിരിക്കും. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 8 മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ മാവ് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് മാവ് പൊന്തി വന്നോ നോക്കാം. അപ്പോൾ മാവ് ഇങ്ങനെ ഒരുപാട് പൊന്തി പോവൊന്നുമില്ല കേട്ടോ. പക്ഷേ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ റാഗിയുടെ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറി കൂട്ടി കഴിക്കാം, അതല്ലെങ്കിൽ തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാനും നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിന്ന് തേങ്ങാ ചട്നി കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കുക, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് പൊട്ടുകടല, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. ഇപ്പോൾ വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ, കൂടുതലിടണ്ട. കൂടുതലിട്ടാൽ വെളുത്തുള്ളിയുടെ കുത്തലുണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി വറുത്തിടാം. അപ്പോൾ ഇങ്ങനെ ചട്നി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ചട്നിയില്ലേ, തേങ്ങാ ചട്നി, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് നന്നായി ചൂടായതിന് ശേഷം 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പതുക്കേനൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൽ നിറയെ ഓട്ടോട്ടകൾ വരും. നിറയെ ഓട്ടോട്ടകൾ വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി, വെന്ത് കിട്ടും. കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ, നല്ല സ്പോഞ്ച് പോലെ റാഗി അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അടിവശം നല്ല മുരിഞ്ഞിട്ടുണ്ടാവും, മേലെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവുകയും ചെയ്യും. കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.